രൂപയുടെ രസം കണ്ടാലോ. ഇതാണ് 7 രൂപയുടെ കായം. NSന്റെ 7 രൂപ കായം കൊണ്ടുള്ള ഒരു അടിപൊളി രസമാണ്. ജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്തു. കുറച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ശകലം കടുകിട്ടു. 1/2 സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് വറ്റൽമുളകും കുഞ്ഞുള്ളിയും പിന്നെ അരച്ച് വെച്ച ആ മിക്സിതും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത്. ഞാൻ ഒരു തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് ഇതാക്കി, ഒരു തക്കാളി മതിയാവും. നല്ലതുപോലെ ഇളക്കി അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. എന്നിട്ട് ഞാൻ ആ കായവും കൂടെ ഇട്ട് നല്ലതുപോലെ, കായവും കൂടെ ഇടുമ്പോൾ കട്ട കായമായതിനെ കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കണം കേട്ടോ. ഇളക്കി വരുമ്പോഴത്തേക്ക് അത് അലുത്ത് പിടിച്ചോളും. മറ്റേത് കായ പൊടിനെ കാട്ടി കായമൊക്കെ ആണെങ്കിൽ നല്ലതാണ്. നല്ല ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അത് ഉപയോഗിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ജാറിലെ വെള്ളം ഉണ്ടായിരുന്നു, ആ അരപ്പ് കഴിയ വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചു. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഈ എരിശ്ശേരിയുടെയൊക്കെ ഒരു പരുവമുണ്ടല്ലോ, അതിപ്പോൾ ഞാൻ കാണിക്കാമേ. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ ആ തക്കാളിയൊക്കെ ഉടച്ചു കൊടുക്കണം. നമ്മൾ ഇങ്ങനെ നല്ലപോലെ ഇട്ട് ഇതാക്കുമ്പോൾ തന്നെ ഉടഞ്ഞോളും. ഒരുപാട് തീയൊന്നും കൂട്ടി വെക്കേണ്ട കാര്യമില്ല. നോർമൽ ഇതിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ശകലം അതിലേക്ക് പുളിവെള്ളം ആവശ്യത്തിനുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഈ പറഞ്ഞ രീതിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റെസിപ്പി കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഒരു ദിവസം രസം വെച്ച് നോക്കുക. നമ്മളെന്നും എന്തുമായാലും ഒരു വീട്ടിൽ നമ്മൾ രസം വയ്ക്കാതിരിക്കില്ല. പല കറികളും വയ്ക്കുന്ന കൂട്ടത്തിൽ രസം വയ്ക്കാതാണ്ട് ഇതുപോലെ എരിശ്ശേരിയുടെ പരുവം ആകുമ്പോൾ ഉണ്ടല്ലോ, പറയാൻ വയ്യ. ആ മണം നല്ല രീതിക്ക് രസത്തിൻ്റെയും ആ കായവും പുളിയും എല്ലാം കൊണ്ടുള്ള ഒരു മണം, നല്ല മണം. നമ്മളെ വീട്ടിൽ ചോദിക്കും ഇന്ന് രസം വെച്ചില്ലേ. അത്രയ്ക്കും ഫേവറേറ്റായ, എല്ലാവർക്കും ഫേവറേറ്റായ ഒരു രസമാണ്. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ടൊന്ന് സൈഡിൽ ഞാൻ ഇതുപോലെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.